ക്യൂട്ടീസ്, അപ്പം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോബീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പേപ്പർ ക്രാഫ്റ്റ്. പേപ്പർ ക്രാഫ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇഷ്ടംപോലെ ക്രാഫ്റ്റുകൾ നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് കട്ടിയുള്ള ചാർട്ട് പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ അധികം വിലയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ബർത്ത്ഡേ കാർഡോ ഇൻവിറ്റേഷൻ കാർഡോ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പണ്ടൊക്കെ ഈ കാർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ലൈഫിലൊക്കെ. പണ്ടത്തെ കിഡ്സിനോട് ചോദിച്ചൊക്കെ അറിയാം, അവരുടെ ചൈൽഡ്ഹുഡ്സിനകത്തൊക്കെ നമ്മുടെ മമ്മിമാരും എൻ്റെയൊക്കെ പ്രത്യേകിച്ച് കൊച്ചിലേക്ക് ആണെങ്കിൽ ആർച്ചീസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്നൊക്കെ കാർഡ് മേടിക്കാൻ ഭയങ്കര വിലയാണ്. പക്ഷേ എന്നാലും ക്രിസ്മസിനൊക്കെ ഒരു കാർഡ് കിട്ടിയില്ലേ പിന്നെ എന്നാ ഒരു സുഖം. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായിരുന്നു അല്ലേ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്കോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ്. ഇതിന് ഞാൻ ജസ്റ്റിൻ്റെ ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങളുടേതായ ഇഷ്ട രീതിയിൽ അതിനകത്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പം ഇച്ചിരി ഒരു ക്രിയേറ്റീവ് വരുത്തണം എന്നേ ഉള്ളൂ. അതിന് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാലൻറ്റൈൻസ് കാർഡ് പോലെ എടുക്കാം. പക്ഷേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേക്കോ ഫാദേഴ്സ് ഡേക്കോ മദേഴ്സ് ഡേക്കോ ആർക്ക് വേണം. നമ്മൾ കൈ കൊണ്ടൊരു കാർഡ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ, അത് മേടിക്കുന്നവർക്കും അത് കൊടുക്കുന്നവർക്കും അല്ലേ. അപ്പം നമ്മുടെ കാർഡ് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്ക്. കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പം പല പേപ്പർ ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾക്ക് കുഞ്ഞുങ്ങളെ പഠിച്ചു പോയെടുക്കാം അല്ലേ. അപ്പം നമുക്കും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഒരു 3D ഇഫക്റ്റ് വരാൻ വേണ്ടി ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഈ ലെറ്റേഴ്സും വേർഡ്സുകളും ഒക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണത്. അപ്പം ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ പരിപാടിയാണ്. അപ്പം ഹോബി അറിയത്തില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും അടിച്ചേക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാർഡ് കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്ന ഒരു ഹാർട്ട് അല്ലേ. അപ്പം നല്ല ക്യൂട്ടായിട്ട് കാർഡാണ്. ഇഷ്ടംപോലെ കോട്ട്സൊക്കെ എഴുതി കൊടുക്കാം. അടുത്ത നമ്മുടെ ഹോബിയാണ് ഇല്യൂഷൻ ആർട്ട്. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ ഇല്യൂഷൻ ആർട്ട്, സെൻറ്റാങ്കിൾ ആർട്ട്. അപ്പം ഈ ഡൂഡിൽ ആർട്ട് ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ട ആളാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കണ്ടതാണ്. അപ്പോൾ അവർ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്വന്തം ക്രിയേഷനില്ല, പക്ഷെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ ഇപ്പം എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെ അറിയത്തില്ലേ, ആ ആളിൻ്റെ രൂപം ഉണ്ടോ എന്ന് പറയണം. ആരാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു രൂപത്തിലാണ് നമ്മൾ ഇല്യൂഷൻ ആർട്ടും ചെയ്യുന്നത്. ഇത് ഇച്ചിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ സാധാരണ ഒരു ഇല്യൂഷൻ ആർട്ടൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം കുറേ കളറും കുറേ നേരം ഇരുന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഇത് 2 ദിവസം എടുത്ത് ഇത് ചെയ്യാൻ വന്നേ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഫൈനലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് വലിയ സാധനങ്ങളൊന്നും ഉണ്ട്. കുറച്ച് ബ്രഷ് പെന്നും ഒരു നല്ലൊരു ബുക്കും. പിന്നെ ബ്രഷ് പെന്ന് മേടിക്കുമ്പോഴത്തേന് നിങ്ങൾ ഓർക്കണം, ബുക്കിൻ്റെ പേപ്പർ മാറ്റ് കമ്പാറ്റബിൾ ആണ്. ചിലപ്പം നമ്മൾ പടരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ നല്ല ബുക്കായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫൈനലായിട്ടുള്ള നിങ്ങളുടെ ഇങ്ങനെ കുറേ കളർ അടിച്ച് അത് അതിനകത്ത് കുറച്ച് വട്ടങ്ങൾ വരച്ചു കൊടുക്കുക. ഇല്യൂഷൻ ആർട്ടും സെൻറ്റാങ്കിൾ ആർട്ടും ഡൂഡിൽ ആർട്ടും ഒക്കെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യുന്ന നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ലാസ്റ്റ് വന്നപ്പം എനിക്ക് തന്നെ പേടിയായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കണമെന്നില്ല. ഇഷ്ടംപോലെ ഇല്യൂഷൻ ആർട്ടും സെൻറ്റാങ്കിളും ഒക്കെ നമ്മുടെ പല സ്ഥലത്തും നമ്മൾ ചെയ്തു വിട്ടിട്ടുണ്ട്. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ അതൊരു പ്രത്യേക ഹോബി, ഒരു പ്രത്യേക രസമാണ് ഇത് ചെയ്ത്. കുറേ ലൈനുകൾ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്തുള്ളൂ, വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മുടെ ഇല്യൂഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, പകുതി വന്നപ്പോൾ നിങ്ങൾക്ക് എന്തോ ആയിട്ട് തോന്നുന്നുണ്ട് ഈ പുള്ളിക്കാരനെ കണ്ടാൽ പേടി വരിക. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ, അതായത് പാമ്പുകൾ, സ്നേക്ക് രാജ. അപ്പം നമ്മുടെ സ്നേക്ക് രാജ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇല്യൂഷൻ ആർട്ട്, ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ വേറെ വല്ലതും ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത ഹോബി എന്ന് പറയുന്നതാണ് പിക്സൽ ആർട്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, പിക്സൽ ആർട്ട് എന്ന് പറയുന്ന ഡൂഡിൽ ആർട്ടിൻ്റെയും നമ്മുടെ സെൻറ്റാക്കിളിൻ്റെ ആർട്ടിൻ്റെയും ഒക്കെ ഇതെല്ലാം ഒരേ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇതിന് വേണ്ടത് നമ്മൾ പിക്സൽ ആർട്ട് ചെയ്യാൻ പറ്റി സ്ക്വയർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സ്ക്വയർ ചെക്ക് അങ്ങനെയൊക്കെ പറയുന്ന ബുക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വരച്ചെടുക്കാൻ ലൈൻസൊക്കെ. ഇതിൽ ഇച്ചിരി നമ്പേഴ്സും കോളേഴ്സും ഒക്കെ നമ്മൾ ഏതാ വരയ്ക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഡോട്ടിനെ ഫില്ല് ചെയ്യുക കളർ വെച്ച്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാം, കളർ വെച്ച് ചെയ്യാം, എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറിയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളറിൻ്റെ പേര് എഴുതിയാൽ മതി. അതായത് BR റെഡിന് അങ്ങനെ ഗ്രീന് G ഇങ്ങനെ എഴുതിയാൽ മതി. എൻ്റെ ആണെങ്കിൽ ഞാൻ ബ്രഷ് പെൻ വെച്ച് ചെയ്യേണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചു. കാരണം വെച്ചാൽ ബ്രഷ് പെൻ പടന്ന് അടുത്ത കുളങ്ങളിലോട്ട് പോകുമായിരുന്നു ഒരു തരത്തിൽ. പക്ഷേ ശരിയാക്കി എടുത്തതേ ഉള്ളൂ. ഇഷ്ടംപോലെ രീതിയിൽ ചെയ്യാൻ പറ്റും. പെക്സൽ ആർട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ ഇത് കണ്ടിച്ചൊക്കെ വെച്ച് നമ്മൾ പല രീതിയിൽ ഹാരി പോട്ടറിൻ്റെയും സ്ട്രോബെറിയുടെയും ഒക്കെ കണ്ടിച്ച് നമുക്ക് വോളിലൊക്കെ ഒട്ടിക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ
ഇതിന് ഗോളങ്ങൾ കണക്കറിയത്തില്ലെങ്കിലും സാരമില്ല, കണക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ വരച്ച് ചെയ്യുക. ഇതിന് വരകൾ ഉള്ള ബുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കുഞ്ഞു കുഞ്ഞു കോളം ഉണ്ടാക്കുക, നമ്മുടെ ഗ്രാഫ് ബുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൂ. അപ്പം ഞാൻ ഏകദേശം സ്ട്രോബെറി വരച്ചു കൊടുക്കുകയാണ്. ബ്ലാക്ക് പെന്നും കുറച്ച് സ്കെച്ച് പെന്നുകൾ മാത്രമുണ്ട്, പിന്നെ പടരാതെ നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പിക്സൽ ആർട്ട് റെഡി ആയിട്ടോ എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്ന് ട്രൈ നോക്കണേ. അടുത്ത നമ്മുടെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹോബിയായിട്ട് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ബോട്ടിൽ ക്രാഫ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഹോമിയോടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുപ്പികളുണ്ട്, കുറേ ആയിട്ട് എടുത്ത് കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ ആദ്യം വെച്ച് വലിയ ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ വെച്ച് കുഞ്ഞു വെച്ച് ചെയ്യാമെന്ന് ഒരു മിനിയേച്ചർ ടൈപ്പുള്ള ബോട്ടിൽ ആർട്ട്. അപ്പം ഞാൻ അതിനകത്ത് നമ്മുടെ അക്രിലിക് മാർക്കർ വെച്ച പെയിൻറ്റ് ചെയ്യാൻ, കാരണം എൻ്റെ കയ്യിൽ വൈറ്റും പിങ്കുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ 2 കളറും തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. വൈറ്റ് ഏറ്റവും കൂടുതൽ തീരുന്ന കളറാണ്. അപ്പം നിങ്ങൾ അക്രിലിക് വെച്ചാണെങ്കിലും നിങ്ങൾ ഈ പെയിൻറ്റ് അടിക്കുമ്പോൾ 2 പ്രാവശ്യം ഒന്നും അടിക്കണം, 2 കോട്ടെ. അപ്പോൾ അടിച്ചു കഴിഞ്ഞ ശേഷം ഈസിയായിട്ട്, വളരെ ഈസിയായിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ആകെപ്പാടെ ഞാൻ ആ ഇല്ലൂഷനായിട്ട് പറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ട് പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹോബീസ് നമുക്ക് ആർക്കും സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർക്കും ചെയ്യാൻ പറ്റും, കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പം കുഞ്ഞു ബോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാം. പ്ലാസ്റ്റിക് ആയാലും സാരമില്ല, മറ്റേ കുഞ്ഞു നമ്മുടെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ അതിലൊക്കെ ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ ബോട്ടിലിൻ്റെ വേറെ രീതിയിലുള്ള കാണിച്ചു തരാമേ. അപ്പം ഞാനിതിലെല്ലാം കുറച്ച് ഹാർട്ടൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതും നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എന്ന രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പഴയ ഒരു വുഡൻ സ്പൂൺ അവിടെ കിടപ്പുണ്ട്, അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് വെച്ചോ ഏതെങ്കിലും കളർ വെച്ചോ ഹോം എന്ന് എഴുതാം, ലവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയോ ബ്രദറിൻ്റെയോ ആരുടെങ്കിലും പേരെഴുതണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ അതിൽ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒരു കുഞ്ഞ് മിനിയേച്ചറായിട്ടൊരു ഡെസ്ക് ഡെക്കോറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്ത് ഫ്ലവർ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമ്മുടെ ഹോബി എന്ന് പറയുന്നത് സെൻറ്റാങ്കിൾ ആർട്ടാണ്. നമ്മുടെ വകയിലുള്ള അമ്മയുടെ മോനെന്നും അമ്മയുടെ മോളെന്നും പറഞ്ഞില്ലേ, സെൻറ്റാങ്കിൾ ആർട്ട്, ഇല്യൂഷൻ ആർട്ടുണ്ട്, അതാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഭയങ്കര രസം. ഇത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പം ഞാൻ അതിനകത്തൊന്ന് കണ്ടുപിടിച്ചതിനകത്ത് ഏറ്റവും ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുട്ട ബൾസയാണ്. ബൾസ എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറേ അമീബയുടെ ഷേപ്പിലുള്ള കുറേ പാറ്റേൺസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സ്ട്രെസ് റിലീസ് ആകുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ്സിന് റിലീവ് ആകുമോ, അല്ലെങ്കിൽ സ്ട്രെസ്സിന് കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ബോറടി മാറ്റുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പം ആർക്കും സ്കില്ലില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും അടുത്ത പാർട്ടായിട്ട് വേണമെങ്കിൽ അടുത്ത ഹോബീസ് കാണിക്കാം. കുറേ ഹോബീസൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്കെല്ലാം ഇഷ്ടമാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് നിർബന്ധമൊന്നും ഇതിനകത്തൊന്നും കേട്ടോ. അപ്പം ഞാൻ കുറേ അമീബയെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലാക്ക് സ്കെച്ച് വെച്ച് നമ്മുടെ കുറഞ്ഞ ഗ്യാപ്പുകൾ കണ്ടില്ല, അതൊക്കെ നമ്മൾ ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ ബ്രഷ് പെന്നോ എന്തെങ്കിലും വെച്ച് ഫില്ലാക്കി കൊടുക്കുക. ഞാൻ ഇതിൽ ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം പലരും പറയും, ഓ എന്താ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇത് നിന്നെക്കൊണ്ട്, അതൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ഇതിനകത്ത് കാണിച്ചുള്ളൂ. എല്ലാം നമ്മൾ ഫില്ലാക്കുക. പിന്നെ നടുക്ക് നമ്മുടെ മുട്ടയുടെ നമ്മുടെ യെല്ലോ ഭാഗമില്ലേ, അത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ പെന്നുകൊണ്ട് വരയ്ക്കാം, ഇല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിന് മുകളിൽ വരയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകണം. ഷെയ്ഡ് ചെയ്യാൻ നേരത്ത് ഒരു ലൈറ്റ് സ്കിൻ കളറും ഒരു ഓറഞ്ച് കളറും മാത്രം മതി. അപ്പോൾ സ്കിൻ കളർ ആദ്യത്തെ നടുക്ക് ഒത്തിരി ഫുള്ള് ഡാർക്ക് ആക്കണ്ട, ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഇച്ചിരി വെള്ള ഭാഗമൊക്കെ വിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു വെള്ള സ്പേസും കാണണം, അങ്ങനെ രീതിയിൽ വരയ്ക്കുക. ഇനി ബാക്കി ഓറഞ്ച് അടിക്കുമ്പോൾ ഓറഞ്ചും ആ സ്കിൻ കളറും കൂടെ കാണുന്ന രീതി. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഹോബി. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കുറച്ച് എഫേർട്ടൊക്കെ എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുകൊണ്ട് മുട്ട ബൾസ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ചെയ്തതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയായിട്ട് തോന്നിയത്. ഇതുപോലത്തെ പല പാറ്റേൺ നിങ്ങൾക്ക് പിൻട്രസ്റ്റിലോ യൂട്യൂബിലൊക്കെ കിട്ടും, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും ഇനി കഴിവില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഹോബിയുടെ പാർട്ട് 3 ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് അടിക്കണേ. ബൈ.